സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാരണം എനിക്ക് ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ അവർക്കിടയിലുള്ള കോൺവെർസേഷൻ ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കാരണം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. കാരണം നടന്നൊരു കഥയായതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ടും സറ്റാരിക്കലായിട്ടും കോമിക്കലും ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാലും മാത്രമേ അതിൽ രസം ഉണ്ടാവുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഒരു പരിധി വരെ. ഇവന് മാത്രം അത് മനസ്സിലാകുന്നില്ല. എടാ നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീ ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. നിനക്കൊരു കാര്യം ഞാൻ മനസ്സിലാവും. ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമായിരിക്കും. അറിയാം അല്ലേ? നീ ഫസ്റ്റ് ചോദ്യത്തിലല്ലേ നിന്നെ പുറത്താക്കി. നീ ഒരിക്കലും ഇവിടെ മോനും മോന്റെ ജോലിയിൽ പഠിച്ചു വരികയാണ്. ഇത് അത് പഠിച്ചു വരുന്നു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് വരുന്നത് കൊണ്ട് ഈ ജോലിയില് ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ പലർക്കും അത് അറിയാം, നിനക്കത് അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പേഴ്സണൽ ആയിട്ട്. ഏറ്റവും പറഞ്ഞ സ്വന്തം സിനിമ പൊട്ടിയെന്ന് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതൊരു വലിയ മനസ്സാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ച പോയിന്റ് അതല്ലേ. സിനിമ പൊട്ടിയാല് പലരും അത് പൊട്ടിയില്ല, മറ്റേതാണ് വിജയമാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളത് പൊട്ടി മോശമായി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട്. നീ ഒരാൾ മാത്രം സീരിയസ് ആയിട്ട് കണ്ടിട്ട് എന്താ കാര്യം? പ്രൊഡ്യൂസർ കാണണ്ടേ? ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇവരൊക്കെ സീരിയസ് ആയിട്ട്. നമ്മൾ ആക്ടേഴ്സ് എന്താണെന്നറിയാമോ? നമ്മുടെ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമ ചെയ്തു. അതിന് ഞാൻ അത്യാവശ്യം എനിക്ക് അഭിനയിച്ചിട്ടില്ലേ? ആ പടം ഓടിയില്ലേ? നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിന്റെ അവിഭാജ്യ ഘടകം. എന്തൊക്കെയാ? എഴുത്ത്. നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം. ഇത് എന്റെ കോളല്ല. നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കൊരു ജോലി ചെയ്തിരുന്നു, ഒരാള് ജോലി ചെയ്ത് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവരുടെ ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും. കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം. ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് ചിലപ്പോൾ ഓടില്ല. നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും. അവർ ആത്മാർത്ഥമായി ശ്രമിക്കും. പൊട്ടിപ്പോ ഈ 150 പടം ഇറങ്ങുന്നില്ലേ? നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാർ പരിചയപ്പെടും. ഒരു പടം ചെയ്യണമെന്ന് പറയും. ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത്, ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പടം ചെയ്താൽ ഈ 9:30 രാവിലെ 8:30 ഷോ ഇട്ട ആൾ പോലും എന്നല്ലോ, എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ്, നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ക്ലാസ് എടുത്ത് വിട്ടവനും 2 മാസം കഴിയുമ്പോൾ ചെയ്തു കേട്ടോ പടമെന്നും പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലർ ടൂർ പോകുന്ന പോലെ, ചിലർക്ക് അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ല എവിടെ ആയിക്കോട്ടെ അവർ പൈസ ഉണ്ടാക്കുക, ഒരു പടം ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ്. അവരതിന് വരുന്നു, അവരത് ചെയ്യുന്നു. ഇത് കിട്ടിയില്ലെന്നോർത്ത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല. നല്ല ആളുകൾ നല്ല അവരുടെ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് ചുമ്പ് ഒരു ആഗ്രഹപ്പടം ചെയ്യുന്നു. ആ ആഗ്രഹപ്പടത്തിന് അവൈലബിൾ ആകുന്ന ആക്ടർമാരെ തട്ടുന്നു, അതിന് കിട്ടുന്നു, ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നിന്നോട് ഒരു ദേഷ്യവും 1% പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ കേട്ടോ. നിന്റെ പോയതിൽ നിന്നെ പോലെയായിരുന്നു ഞാൻ. കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും വയലൻസ് ഉള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതോടെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇച്ചിലൂടെ തിയേറ്ററിൽ ഓടുന്നത്. എടാ അത് ഇതെങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പം നമ്മളൊരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻസ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ്, ഇതിനെയൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ ഇതനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി
ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പം എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമയും ചിലപ്പോൾ ഇത്ര വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഒരു വലിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം, വർഷങ്ങളോളം പ്രതികാരം, തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ. എൻ്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ്. ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൻ്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ 2 പടം ചെയ്തു, ഒരു തുള്ളി ചോര ഈ 2 പടത്തിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം, ശരീരം, ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ക്യൂവിൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത്, ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് പറഞ്ഞു. ഞാൻ ഈ മാറ്റർ 5 മാസം മുമ്പ് സംസാരിച്ചതാണ്. അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും, സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ, ഇതിന്റെ കഷ്ണങ്ങൾ വരുമല്ലോ. അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക, വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക, നിൽക്കുക, നിരന്തരം കൊല്ലുക, കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റു വരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും. വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ, വളരെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണഗതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം. ചെറിയൊരു നിയന്ത്രണം ഉള്ളത്. നമ്മുടെ നാട്ടിൽ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായത്. കാറും ബിപിയും ഡോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുമുണ്ട്. ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട്. കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട്. അങ്ങനത്തെ ഒരു നാടായത്. അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു.